മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പുതിയൊരു തലത്തിലേക്ക് വഴിമാറുമ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് ഇറാന്റെ കരുത്തുറ്റ ഖൈബർ-ഷിഖാൻ മിസൈലുകളെ കുറിച്ചാണ്. അമേരിക്കൻ ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളെ വരെ വെല്ലുവിളിക്കുന്ന ഈ മാധ്യമദൂര ബാലിസ്റ്റിക് മിസൈല് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ ഏറ്റവും വലിയ ഭീഷണികളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. ശത്രുക്കളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് കൃത്യതയോടെ ലക്ഷ്യം കാണാൻ കഴിയുന്നതാണ് ഈ മിസൈലിന്റെ പ്രധാന പ്രത്യേകത. 1500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ മിസൈലിന് കസിൽ ബ്രേക്കർ അഥവാ കോട്ട തകർപ്പൻ എന്നാണ് അർത്ഥം വരുന്നത്. 550 കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഖൈബർ-ഷിഖാൻ സാറ്റലൈറ്റ് വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ട്രക്കുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ മിസൈലിന്റെ നിർമ്മാണ ചിലവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ $1 മില്യൺ കിൽ ഷോട്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാനും അവസാന നിമിഷം സഞ്ചാരപാത മാറ്റാനും ഇതിന് കഴിവുണ്ട്. ജോർദാനിലെ മുവാഫഖ് സാൽറ്റി വ്യോമതാവളത്തിലെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്കും താഡ് പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെയും ഈ മിസൈൽ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കോടിക്കണക്കിന് വരുന്ന ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഈ മിസൈൽ ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്നത് അമേരിക്കൻ സൈനിക മേധാവികൾക്ക് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും യുദ്ധമുഖത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഈ അത്യാധുനിക ആയുധം വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോക രാജ്യങ്ങൾ ഇപ്പോൾ. പ്രതിസന്ധികൾ പുതിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അതേസമയം ഇറാൻ നിലപാട് മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്ക കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ക്യാമ്പ് ഡേവിഡിൽ നടന്ന ഒരു ടെലിവിഷൻ മന്ത്രിസഭാ യോഗത്തിൽ മുന്നറിയിപ്പായും നൽകിയിരുന്നു. ചർച്ചകളിലെ വാഗ്ദാനങ്ങൾ ഇറാൻ നിരന്തരം ലംഘിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇറാനിലെ പവർ പ്ലാന്റുകളും റിഫൈനറികളും ഉൾപ്പെടെയുള്ള ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും സഖ്യകക്ഷികളും ബോംബാക്രമണ പദ്ധതികൾ തയ്യാറാക്കുന്നതായും ചില ന്യൂസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.